ഹലോ ന്യൂമിക്സ് ലേണിംഗിലേക്ക് സ്വാഗതം. അഫീഫ് അലിയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ SSLC റിവിഷൻ കോഴ്സിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ SSLC മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്ററാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷെ പല കുട്ടികൾക്കും ഇതിലുള്ള കൺസെപ്റ്റ് ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ ബുദ്ധിമുട്ട് ഇതിൽ നിന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ വളരെ എളുപ്പത്തിൽ ഈ ചാപ്റ്ററിലെ മുഴുവൻ കൺസെപ്റ്റും, ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മുഴുവൻ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുകയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറയുകയാണ്. അതേപോലെ തന്നെ 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിന്റെ നേരെ തുടർച്ചയായ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഡയറക്റ്റ് കൺസെപ്റ്റിലേക്ക് പോവുകയാണ്. എന്താണ് ആദ്യം? നമ്മുടെ കയ്യിൽ 3 ചിത്രങ്ങളുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കണേ. എടാ, ഒരു സർക്കിൾ. ഈ സർക്കിളിന് ഒരു സെന്റർ ഉണ്ട്. സർക്കിളിന് എന്തുണ്ട്? ഒരു സെന്റർ. ഈ സർക്കിളിൽ 2 പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ 2 പോയിന്റിൽ നിന്നും സർക്കിളിന്റെ സെന്ററിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനെ നമ്മൾ സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോണം എന്നാണ് പറയുക. അതേപോലെ ഈ പോയിന്റിൽ നിന്നും സർക്കിളിലെ ഒരു പോയിന്റിലേക്കും വരയ്ക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ, ഈ 2 പോയിന്റിൽ നിന്നും സർക്കിളിന്റെ സെന്ററിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, സെൻട്രൽ ആംഗിൾ. അതേ 2 പോയിന്റിൽ നിന്നും സർക്കിളിലെ ഒരു പോയിന്റ് ഓൺ ദി സർക്കിൾ ഒരു ആംഗിൾ, ഒരു കോൺ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 2 കോണുകളും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. നമ്മൾ പറയുകയാണ് ഈ കോൺ ഒരു 160 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ. സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ 160 ഡിഗ്രി ആണെങ്കിൽ മക്കൾ പറഞ്ഞ് ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 80 ഡിഗ്രി. 160 ഡിഗ്രിയുടെ പകുതി 80 ഡിഗ്രി. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യത്തെ കൺസെപ്റ്റ് പഠിക്കുകയാണ്. സെൻട്രൽ ആംഗിളും സർക്കിളിലെ ആംഗിളും, കേന്ദ്രകോണും വൃത്തത്തിലെ കോണും തമ്മിലുള്ള ഒരു ബന്ധം എന്താ? കേന്ദ്രകോണിന്റെ പകുതിയാണ് വൃത്തത്തിലെ കോൺ. സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് ആംഗിൾ ഓൺ ദി സർക്കിൾ. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ അതേ ഐഡിയ വെച്ചിട്ട് മക്കൾ ഇതൊന്ന് പറഞ്ഞ്, എടാ ഈ ആംഗിൾ 100 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ. ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 100 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? വെരി ഗുഡ്, 50 ഡിഗ്രി ആയിരിക്കും. ഒന്നുകൂടി പറയാം. എന്താ? ഇതിവിടെ തുടങ്ങി, കേന്ദ്രത്തിലെത്തി, ഇവിടെ അവസാനിച്ചു. അതേ സ്ഥലത്ത് തന്നെ തുടങ്ങി, സർക്കിളിലെത്തി, അതേ പോയിന്റിൽ തന്നെ അവസാനിച്ചു. അങ്ങനെയെങ്കിൽ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും സർക്കിളിലെ, വൃത്തത്തിലെ കോൺ. മക്കളെ, അടുത്തത് ഇതൊന്ന് പറഞ്ഞേ. ഈ കോൺ ഒരു 80 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ. ഈ കോൺ എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. നേരത്തെ പറഞ്ഞ അതേ സാധനം, ഇവിടെ തുടങ്ങി, കേന്ദ്രത്തിലെത്തി, ഈ പോയിന്റിൽ അവസാനിച്ചു. അതേ പോയിന്റിൽ തന്നെ തുടങ്ങി, സർക്കിളിലെത്തി, അതേ പോയിന്റിൽ തന്നെ അവസാനിച്ചു. അങ്ങനെയെങ്കിൽ സെൻട്രൽ ആംഗിളിന്റെ, കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും വൃത്തത്തിലെ കോൺ. ക്ലിയർ ആണല്ലോ? ഇതേ കൺസെപ്റ്റ്, ഒരേ കൺസെപ്റ്റ് തന്നെയാണ്. പക്ഷെ 3 വ്യത്യസ്ത ചിത്രത്തിലൂടെയാണ് നമ്മൾ ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. കാരണം ചിലപ്പോൾ കൺഫ്യൂസ് ആവാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആണല്ലോ? അത് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഒരു സർക്കിൾ, സെൻട്രൽ ആംഗിൾ C ആണെങ്കിൽ ഇതെന്തായിരിക്കും? C/2. അല്ലെ? ഇത് C ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? C/2. ഇത് C ആണെങ്കിൽ ഇത് എത്രയാണ്? C/2. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ശ്രദ്ധിച്ചോ. നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ്. മക്കൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചേ. എടാ, ഇവിടെ സെൻട്രൽ ആംഗിൾ ഉണ്ട്. സെൻട്രൽ ആംഗിൾ ഞാനൊരു 120 ഡിഗ്രി കൊടുക്കാന്ന് വിചാരിച്ചു. സെൻട്രൽ ആംഗിളിന് എത്ര കൊടുത്തത്? 120 ഡിഗ്രി. അങ്ങനെയെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? ഒന്ന് പറഞ്ഞേ. കേന്ദ്രകോൺ 120 ഡിഗ്രി ആണെങ്കിൽ ഈ കാണുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ മക്കളെ, നിങ്ങളൊന്ന് പറഞ്ഞ് ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? എടാ, ഒന്ന് പറഞ്ഞ് ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? എടാ, ഒരു സർക്കിളിലെ മൊത്തം ആംഗിൾ എത്ര ഡിഗ്രി ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? 360 ഡിഗ്രിയാണ്. അതിൽ നിന്ന് 120 പോയാൽ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? 240 ഡിഗ്രി. എത്ര ഉണ്ടാവും? 240 ഡിഗ്രി. എടാ, ഇവിടെ 240 ആണെങ്കിൽ നേരെ ഇവിടെ വരുമ്പോൾ 240ന്റെ പകുതി എത്ര കിട്ടും? 120 ഡിഗ്രി കിട്ടും. ക്ലിയർ ആണല്ലോ? ഇവിടെ നമ്മൾ പുതിയതായിട്ടൊരു കൺസെപ്റ്റ് പഠിക്കുകയാണ്. സർക്കിളിന്റെ സെന്ററിലെ 2 കോണുകൾ കൂട്ടിയാൽ, സർക്കിളിന്റെ കേന്ദ്രത്തിലെ 2 കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? 360 കിട്ടണം. മുകളിലെ ഒരു കോണും താഴത്തെ ഒരു കോണും കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. ക്ലിയർ ആണല്ലോ? അപ്പൊ മുകളിലത്തെ ഒരു കോണും താഴത്തെ ഒരു കോണും കൂട്ടിയാൽ എത്ര കിട്ടണം? 180. ഇത് രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടണം? 360 കിട്ടണം. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്തൊരു പോയിന്റ് നമ്മൾ പറയാം. എന്താ? എടാ, ഇവിടെ കാണുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, ഇത് സർക്കിളിന്റെ എന്താണ്? ഡയമീറ്റർ ആണ്, വ്യാസമാണ്.
അപ്പൊ ഈ കാണുന്നത് വൃത്തത്തിന്റെ വ്യാസമാണ്, ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. ഇതിന്റെ രണ്ട് എൻ പോയിന്റ്സ് ഇതാ, ഒരറ്റം രണ്ടാമത്തെ അറ്റം. ഈ രണ്ടറ്റം സർക്കിളിൽ ഒരു ആംഗിൾ ഉണ്ടാക്കിയാൽ ആ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? എടാ ആ മക്കളെ, ആ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇതിന് ആംഗിൾ ഫോംഡ് ഇൻ എ സെമി സർക്കിൾ, അർദ്ധവൃത്തത്തിൽ രൂപപ്പെടുന്ന കോണ് 90 ഡിഗ്രി ആണെന്ന് പറയാം. അതായത് ഈ വര ഡയമീറ്റർ വ്യാസമാണെങ്കിൽ വ്യാസത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടി ഉണ്ടാക്കുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അത് റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് ചിത്രം കാണിക്കുന്നുണ്ട്. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 50. ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 60. ഇത് 140 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 70. സെറ്റ് ആണല്ലോ? റെഡി. അങ്ങനെയെങ്കിൽ അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാണ്. സെഗ്മെന്റ്സ് ആണ്, വൃത്തഖണ്ഡങ്ങൾ. ഇവിടെ നമ്മൾ കോഡ്, ഞാൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൂടി പഠിക്കുന്നുണ്ട്. ഈ കാണുന്ന വരയുടെ പേരെന്താണ്? ഞാൻ. കോഡാണ്. എടാ ഞാനൊരു വര ഇങ്ങനെ വരച്ച് വൃത്തത്തിനെ രണ്ട് പാർട്ടാക്കി, മുകളിൽ ഒരു ഭാഗം താഴെ ഒരു ഭാഗം. ശ്രദ്ധിച്ചോ, ഒരു കോഡ്, ഒരു ഞാൻ ഇങ്ങനെ വരച്ച് വൃത്തത്തിനെ രണ്ട് പാർട്ടാക്കി, മുകളിൽ ഒന്ന് താഴെ ഒന്ന്. എന്നിട്ട് പറയാണ് മുകളിൽ ഉണ്ടാകുന്ന ആംഗിൾസ് മുഴുവൻ എത്ര ഡിഗ്രി ആയിരിക്കും? സെയിം ആയിരിക്കും. എടാ ഒന്ന് പറഞ്ഞേ, ഈ കോൺ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ കോണും എത്ര ഡിഗ്രിയാണ്? എക്സ് ഡിഗ്രിയാണ്. ഒരു സർക്കിളിനെ മുറിച്ചു എന്നിട്ട് രണ്ട് ഭാഗമാക്കിയാൽ മുകളിൽ ഉണ്ടാകുന്ന കോണുകൾ മുഴുവൻ സെയിം, താഴെ ഉണ്ടാകുന്ന കോണുകളോ സെയിമാണ്. അങ്ങനെയാണെങ്കിൽ താഴെ ഉണ്ടാകുന്ന ഈ കോൺ വൈ ആണെങ്കിൽ ഈ കോണും എത്രയായിരിക്കും? വൈ ആയിരിക്കും. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, മുകളിലത്തെ കോൺ എക്സ് ആണ്, താഴത്തെ കോൺ വൈ ആണ്. അങ്ങനെയെങ്കിൽ എക്സും വൈയും, എടാ മുകളിലെ ഒരു കോണും താഴത്തെ ഒരു കോണും, രണ്ട് സെഗ്മെന്റ്, രണ്ട് വൃത്തഖണ്ഡത്തിലെ ഓരോ കോൺ കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. സെറ്റ് ആണല്ലോ? അത് എഴുതിയത് കാണുന്നുണ്ടോടാ? അത് എഴുതിയത് കാണുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പുറത്ത് എഴുതാം കേട്ടോ, ഇപ്പുറത്ത് എഴുതാം. ഒന്ന് ശ്രദ്ധിച്ചേ, എങ്ങനെയാണ്? മുകളിലെ ഒരു എക്സും താഴത്തെ ഒരു വൈയും, മുകളിലെ ഒരു സർക്കിളിന്റെ ഓപ്പോസിറ്റ് സെഗ്മെന്റ്, എതിർ വൃത്തഖണ്ഡത്തിലെ കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. റെഡി? അത് കാണിക്കുന്ന കുറച്ച് ചിത്രങ്ങളുണ്ട്. ഇത് 100 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 50, 50 അല്ലെ? ഇതാ ഇവിടെ ഒരു കോഡ് ഇങ്ങനെ ഉണ്ട്. അപ്പൊ സെൻട്രൽ ആംഗിൾ 100 ആണ്. അപ്പൊ സർക്കിളിലെ ആംഗിൾ രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒന്ന് 50 ആണെങ്കിൽ അടുത്തതും എത്രയായിരിക്കും? 50. അതേപോലെ ഇവിടെ 260 ആണ്. അപ്പൊ അതിന്റെ പകുതി 130, 130. ക്ലിയർ ആണല്ലോ? ഇനി മുകളിലെ ഒന്നും താഴത്തെ ഒന്നും കൂടി കൂട്ടിയാൽ, മുകളിൽ 50 ആണ്, താഴെ 130 ആണ്. അപ്പൊ രണ്ടു കൂടി കൂട്ടിയാൽ എത്രയായിരിക്കും? 180. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ ഏറ്റവും അവസാനത്തെ ബട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഈ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ചക്രീയ ചതുർഭുജം. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. എന്താ ചക്രീയ ചതുർഭുജം? എടാ ഒരു സർക്കിൾ, ഈ സർക്കിളിനകത്ത് 4 മൂലകളും സർക്കിളിൽ ടച്ച് ചെയ്യുന്ന, തൊടുന്ന രീതിയിൽ നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജം ഉണ്ടെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ ഒരു ചതുർഭുജത്തിന്റെ 4 മൂലകളും കൃത്യമായി വൃത്തത്തിൽ തൊടുന്നുണ്ടെങ്കിൽ അത്തരം ക്വാഡ്രിലാറ്ററലിനെ, ചതുർഭുജത്തിനെ നമ്മൾ എന്ത് പറയും? സൈക്ലിക്, ചക്രീയ ചതുർഭുജം എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഇനി അതിനൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. ഈ കോണ് ഞാൻ എ എന്ന് കൊടുക്കുകയാണ്, ഈ കോണിന് ബി എന്ന് കൊടുക്കുകയാണ്, ഈ കോണിന് സി എന്ന് കൊടുക്കുകയാണ്, ഈ ആംഗിൾ എത്രയാണ്? ഡി എന്ന് കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ എയും സിയും കൂട്ടിയാൽ 180 കിട്ടണം. ക്ലിയർ ആണല്ലോ? ഇനി ഡിയും ബിയും കൂട്ടിയാൽ എത്ര കിട്ടണം? 180. അതായത് ദി സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് 180. എടാ ഒരു ചക്രീയ ചതുർഭുജത്തിലെ എതിർ കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. അതായത് എയും സിയും കൂട്ടിയാൽ 180 കിട്ടണം, ഡിയും ബിയും കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോ എതിർകോണുകൾ കൂട്ടിയാൽ 180 കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും, ചക്രീയ ചതുർഭുജമായിരിക്കും. അല്ലെങ്കിലോ 4 മൂലകളും വൃത്തത്തിൽ കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ എതിർകോണുകൾ കൂട്ടിയാൽ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? എടാ ഇനി ഇതിൽ മറ്റൊരു അടിപൊളി പോയിന്റ് കൂടി പറയാൻ പോവാം. ഞാൻ ഈ ആംഗിളിന് എക്സ് എന്ന് കൊടുത്തു എന്ന് വിചാരിച്ചു. ഈ കോൺ എത്ര കൊടുത്തു? എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതിന് പുറത്തുള്ള കോണും എത്ര ഡിഗ്രി ആയിരിക്കും? എക്സ് ഡിഗ്രി ആയിരിക്കും. അതായത് അകത്തെ കോൺ, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ അകത്തെ കോൺ ഓപ്പോസിറ്റ് ഉള്ള പുറത്തെ കോണിന് ഈക്വൽ ആയിരിക്കും. ശ്രദ്ധിച്ചോ, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ അകത്തെ കോൺ, ഇന്റീരിയർ ആംഗിൾ,
ഈസ് ഈക്വൽ ടു ദി ഓപ്പോസിറ്റ് ഔട്ടർ ആംഗിൾ. എടാ ഇതിന്റെ നേരെ എതിർമൂലയിലെ പുറം കോണിന് തുല്യം. അകത്തെ കോൺ നേരെ എതിർമൂലയിലെ പുറം കോണിന് തുല്യമായിരിക്കും. അപ്പൊ ഈ കോൺ എക്സ് ആണെങ്കിൽ ഈ കോണും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. റെഡി ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമുക്ക് ഇതിൽ ടോപ്പിക് ആയിട്ട് കണ്ടന്റ് ആയിട്ട് പറയാനുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ, ഇപ്പൊ ഏകദേശം 10 മിനിറ്റ് ആയി സമയം, നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ 3 ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാൻ പോവാണ്. റെഡി? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മക്കൾ ഈ വീഡിയോ ഒന്ന് റിവൈസ് ചെയ്തിട്ട് കൺസെപ്റ്റ് ഒന്ന് ഉറപ്പിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെയെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ ക്വസ്റ്റ്യൻ? ഇൻ ദി ഫിഗർ, ചിത്രത്തിൽ ആംഗിൾ സി 110 ആണ്. അതെ, സി 110 ആണ്, ചിത്രത്തിലുണ്ട്. ഫൈൻഡ് ദി മെഷർ ഓഫ് ആംഗിൾ എ. അങ്ങനെയെങ്കിൽ ആംഗിൾ എ എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്: 100, 70, 65, 90. പറഞ്ഞേ എടാ, ഇതിന്റെ 4 മൂലകളും എവിടെ ടച്ച് ചെയ്യുന്നുണ്ട്? ഇതിന്റെ 4 മൂലകളും എവിടെ ടച്ച് ചെയ്യുന്നുണ്ട്? സർക്കിളിൽ, വൃത്തത്തിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എ ബി സി ഡി എന്ത് ചതുർഭുജമാണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, ചക്രീയ ചതുർഭുജമാണ്. അതിന് നമ്മളൊരു പ്രത്യേകത പഠിച്ചിട്ടുണ്ട്. എതിർകോണുകൾ കൂട്ടിയാൽ, സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ്, എതിർകോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. അങ്ങനെയെങ്കിൽ ആകെ ഈ കോണും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. ഈ ചങ്ങായി എത്ര കൊണ്ടുപോയി? 110 കൊണ്ടുപോയി. ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 70 ഡിഗ്രി. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ 2, 70 ഡിഗ്രി ഈസ് ദി റൈറ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. സെറ്റ് ആണല്ലോ? വളരെ എളുപ്പം. എതിർകോണുകൾ കൂട്ടിയാൽ 180 കിട്ടണം. 180 നിന്നും 110 പോയാൽ ബാക്കി എത്ര ഉണ്ടാവുക? 70 ആണല്ലോ. വെരി വെരി സിമ്പിൾ. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ? എ ബി സി ഡി ആർ ദി പോയിന്റ്സ് ഓൺ എ സർക്കിൾ വിത്ത് സെന്റർ O. അപ്പൊ സർക്കിളിന്റെ സെന്റർ ആണ് എന്ത്? O. ആംഗിൾ എ ഒ സി എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രിയാണ്, 120 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് എ ഡി സി? ഈ കാണുന്ന കോണാണ് കാണേണ്ടത്. എ ഡി സി സിമ്പിൾ ആണ്. ഒന്ന് പറഞ്ഞേ എടാ, ഇത് 120 ആണെങ്കിൽ, സെൻട്രൽ ആംഗിൾ 120 ആണെങ്കിൽ ഈ കാണുന്ന സാധനം എത്ര ഡിഗ്രി ആയിരിക്കും? സെൻട്രൽ ആംഗിളിന്റെ പകുതി 60 ഡിഗ്രി. 1 മാർക്ക് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ആംഗിൾ എ ബി സി. ഈ കാണുന്ന കോൺ എ ബി സി, ഈ കാണുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആണെന്നാണ് ചോദിച്ചത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുകളിലെ ഒരു കോണും താഴത്തെ ഒരു കോണും കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം അല്ലെ? 2 സെഗ്മെന്റ്. ഇങ്ങനെ ഒരു കോഡ്, ഇങ്ങനെ ഒരു ഞാനിങ്ങനെ പോകുന്നുണ്ടെന്ന് വിചാരിച്ചോ. മുകളിലത്തെ ആംഗിളും താഴത്തെ ആംഗിളും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. മക്കളെ എന്ന് പറഞ്ഞ് മുകളിലത്തെ ആൾ എത്ര കൊണ്ടുപോയി? 60 കൊണ്ടുപോയി. ബാക്കി ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ? 120 ഡിഗ്രി. സിമ്പിൾ ആണല്ലോ? സിമ്പിൾ. അപ്പൊ നമുക്ക് ആംഗിൾ എ ഡി സി ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 120ന്റെ പകുതി. അങ്ങനെയല്ലേ? സെൻട്രൽ ആംഗിളിന്റെ പകുതി, കേന്ദ്രകോണിന്റെ പകുതി എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. അടുത്തതോ ആംഗിൾ എ ബി സി. ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് എത്രയാണ്? 180 നിന്നും എത്ര കുറക്കണം? മുകളിലെ കോണായ 60 കുറക്കണം. അങ്ങനെയെങ്കിൽ ബാക്കി എത്ര ഡിഗ്രിയേ ഉള്ളൂ? 120 ഡിഗ്രിയേ ഉള്ളൂ. 3 മാർക്കിന്റെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സെറ്റ് ആണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വെരി 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 സിമ്പിൾ ക്വസ്റ്റ്യൻ. മക്കളെ ഒന്ന് നോക്കിക്കേ. PQRS ഈസ് സൈക്ലിക്. PQRS സൈക്ലിക് ആണ്, ചക്രീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന സാധനം എന്താണ്? ഈ സാധനം ചക്രീയ ചതുർഭുജമാണ്, സൈക്ലിക് ആണ്. എന്നിട്ട് P 3x ആണ്. P എത്രയാണ്? 3x. Q എത്രയാണ്? Y ആണ്. R എത്രയാണ്? X ആണ്. S എത്രയാണ്? 5y. ഫൈൻഡ് ദി ആംഗിൾസ്. അങ്ങനെയെങ്കിൽ ഈ 4 കോണുകളും എത്ര ഡിഗ്രി ആണെന്ന് കണ്ടെത്തലാണ് നമ്മുടെ ടാസ്ക്. അതിന് എക്സും വൈയും കിട്ടിയാൽ മതിയല്ലോ. എടാ നമുക്കറിയാം, നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഇത് സൈക്ലിക് ആണെന്ന്. എന്താ സൈക്ലിക്കിന്റെ പ്രത്യേകത? ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത എതിർ കോണുകൾ കൂട്ടിയാൽ 180 കിട്ടണം. അതായത് 3x പ്ലസ് എക്സ് സമം എത്ര കിട്ടണം? 180 കിട്ടണം. ഒന്ന് ശ്രദ്ധിച്ചേ, എതിർ കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പൊ 3x-നോട് x കൂട്ടിയാൽ എത്ര കിട്ടണം? 180. 3x-നോട് x കൂട്ടിയാൽ എത്രയാണ്? 4x. 4x ചേർന്നാൽ എത്ര കിട്ടണം? 180. അങ്ങനെയെങ്കിൽ x സമം, ശ്രദ്ധിക്കണേ, അങ്ങനെയെങ്കിൽ x സമം 180/4
എക്സ് സമം 180 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണ്. 180 എത്ര 4 ഉണ്ട് ഇങ്ങനെ ആലോചിക്കണ്ട. 90 എത്ര 2 ഉണ്ട് നോക്കിയാൽ മതി. എത്രയാണ്? 45 ഡിഗ്രി. സെറ്റ് ആണല്ലോ. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി. എത്രയാണ് കിട്ടിയത്? എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? 45 കിട്ടി. അങ്ങനെയെങ്കിൽ അടുത്തതൊന്ന് കാണണമല്ലോ. എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് 5y പ്ലസ് y കൂട്ടിയാൽ എത്ര കിട്ടണം? 180. അപ്പൊ 5y പ്ലസ് y ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. 5y കൂടെ ഒരു y കൂട്ടിയാൽ 6y ഇസ് ഈക്വൽ ടു 180. y സമം 180/6 അല്ലെ? 180 എത്ര 6 ഉണ്ട്? y ഇസ് ഈക്വൽ ടു 18 എത്ര 6 ഉണ്ട് നോക്കിയാൽ മതി 3. അപ്പൊ 30. y എത്ര കിട്ടി? 30 ഡിഗ്രി. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മളോട് എന്താ പറഞ്ഞത്? എല്ലാ കോണുകളും കാണണം. മക്കൾ ഒന്ന് കണ്ടെത്തിക്കേ. എല്ലാ കോണുകളും നമുക്ക് എങ്ങനെ കാണാം? ഒന്ന് പറഞ്ഞേ. ആദ്യം ആംഗിൾ P is equal to 3x. 3x എന്ന് പറഞ്ഞാൽ 3 × 45. 3 × 45 എത്ര? 3 4 12 3 5 15 135 ഡിഗ്രി. സെറ്റ് ആണല്ലോ. അടുത്തത് ആംഗിൾ Q is equal to y എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. ആംഗിൾ R is equal to x എത്ര ഡിഗ്രിയാണ്? x എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആംഗിൾ S is equal to 5y is equal to 5 × 30 അല്ലെ? 5y എന്ന് പറഞ്ഞാൽ 5 × 30 13 15 150 ഡിഗ്രി. അപ്പൊ 4 കോണുകളും കണ്ടെത്തി. 4 മാർക്കിന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 3 മാർക്കിന്റെ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതിൽ ഈ 2 ചിത്രത്തിലെ എല്ലാ കോണും കാണണം. എന്താണ്? ഈ 2 ചിത്രത്തിലെ എല്ലാ ആംഗിളും കാണണം. ഇതിൽ ഒന്നേ ഞാൻ ചെയ്യുള്ളൂ. രണ്ടാമത്തത് നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ചെയ്തിട്ട് നിർബന്ധമായിട്ടും കമന്റ് ചെയ്യണം. ഉത്തരങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. ആംഗിൾ ഏതൊക്കെയാണെന്ന് നിർബന്ധമായിട്ടും മക്കൾ കമന്റ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇത് ചെയ്യാൻ പോവാണ്. നന്നായിട്ട് ശ്രദ്ധിക്കണേ. എടാ, ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നോക്കിക്കേ. സെന്റർ ഉണ്ട്, ഇങ്ങനെ ഒരു വരയുണ്ട്. ഇത് കോഡാണ്. ഇത് 20 ഡിഗ്രി, ഇത് 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇത് ചെയ്യുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇത് 2 ഇവിടുന്ന് ഇങ്ങനെ ഒരു വരത ഇവിടേക്ക് വരച്ചു യോജിപ്പിച്ചു. യെസ്. അപ്പൊ നമുക്ക് 2 ത്രികോണങ്ങൾ കിട്ടി. ആ 2 ത്രികോണത്തിലാണ് മക്കളെ ഇനി നമ്മുടെ കളി. ശ്രദ്ധിച്ചോ, നന്നായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം ഞാനിതാ ഈ ത്രികോണം എടുക്കാൻ പോകുന്നത്. ഏതാണ്? AOC. ഈ ത്രികോണം. ഈ ത്രികോണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് വൃത്തത്തിന്റെ റേഡിയസ് ആരമാണ്, ഇതും വൃത്തത്തിന്റെ എന്താണ്? ആരമാണ്. അതുകൊണ്ട് ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ്. 2 കോണുകൾ എന്തായിരിക്കും? തുല്യം. അപ്പൊ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഈ കോണും എത്ര ഡിഗ്രി ആയിരിക്കും? എടാ, ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഈ കോണും എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി. സെറ്റ് ആണല്ലോ. അതേപോലെ ഈ കോൺ 20 ഡിഗ്രി ആണെങ്കിൽ ഈ കോണും എത്ര ഡിഗ്രി ആയിരിക്കും? 20 ഡിഗ്രി. ക്ലിയർ? ഇനി മക്കളൊന്ന് നോക്കിക്കേ. ഇത് 20 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. അപ്പൊ ഇത് ടോട്ടൽ എത്ര ഡിഗ്രി ആയിരിക്കും? ടോട്ടൽ ആംഗിൾ എ ടോട്ടൽ എത്ര ഡിഗ്രി ആയിരിക്കും? 30 + 20 എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രിയാണ്. എടാ, ഈ കോണ് മൊത്തം 50 ഡിഗ്രി ആണെങ്കിൽ നേരെ ഇവിടെ വരുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? വൃത്തത്തിലെ കോൺ 50 ആണെങ്കിൽ നേരെ ഇരട്ടി. അപ്പൊ ഈ കോൺ എത്ര ഡിഗ്രി കിട്ടി? 100 ഡിഗ്രി കിട്ടി. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ത്രികോണമുണ്ട്. ഈ ത്രികോണത്തിലെ 3 കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? ഈ ത്രികോണത്തിലെ 3 കോണുകൾ കിട്ടിയാൽ 180 കിട്ടണം. അതിൽ ഈ ചങ്ങായി 100 കൊണ്ടുപോയി. ബാക്കി എത്രയേ ഉള്ളൂ? 80. ക്ലിയർ അല്ലേ? ആ 80ൽ ഇയാൾക്ക് എത്ര കൊടുക്കണം? ഇയാൾക്ക് എത്ര കൊടുക്കണം? അതിന് ഈ ത്രികോണത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നോക്കണം. എടാ, ഈ വര വൃത്തത്തിന്റെ ആരമാണ്, റേഡിയസ് ആണ്. ദിസ് ഈസ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ. സോ ഈ വരയും എന്താണ്? തുല്യമാണ്. അതുകൊണ്ട് OBC എന്ന് പറയുന്ന ഈ ത്രികോണം സമപാർശ്വമാണ്, ഐസോസിലസ് ആണ്. അതായത് ഈ 2 കോണും എന്താണ്? തുല്യമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ് മൊത്തം 80 ഡിഗ്രിയിൽ ഈ ചങ്ങാതിക്ക് എത്ര കൊടുക്കണം? 40. അപ്പൊ ഈ ചങ്ങാതിക്ക് എത്ര കൊടുക്കണം? 40. വെരി സിമ്പിൾ. അങ്ങനെയെങ്കിൽ ഇതാ ഈ ചോദ്യം, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വ്യക്തമായിട്ട് ഇത് 40 ഡിഗ്രിയാണ്, ഇത് 30 ഡിഗ്രിയാണ്. ഇങ്ങനെ ഒരു വര വരച്ചിട്ട് മക്കൾ ഇതിന്റെ കോണുകളൊന്ന് ആംഗിൾസ് കാണാൻ പറ്റും. ആ ആംഗിൾസ് ഏതൊക്കെയാണെന്നൊന്ന് കമന്റ് ആയിട്ട് ടൈപ്പ് ചെയ്തിടുക. ക്ലിയർ ആണല്ലോ? അപ്പോ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന് പറയുന്ന ചാപ്റ്ററിലെ കൺസെപ്റ്റ് ഒരു 6ഓ 7ഓ ചിത്രത്തിൽ ഡീപ്പായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് 4 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ കൃത്യമായി കാണുക.
എന്നിട്ട് പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എഴുതി ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. നാളെ ഇതിന്റെ കൂടുതൽ ഡീപ്പ് ലെവൽ ക്വസ്റ്റ്യൻസുമായി A+ ഓറിയന്റഡ് ക്വസ്റ്റ്യൻസുമായി നാളെ കൃത്യം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുവരെ എന്റെ സ്വന്തം മക്കൾക്ക് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.